എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞതെല്ലാം നിർവഹിക്കുന്നതിലൂടെ, അതനുസരിക്കുന്നതിലൂടെ ഒരു വ്യക്തി കൈവരിക്കുന്ന ദൈവമഹിമയാണ് ഈ ഐശ്വര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഐസയ വായിച്ചോളൂ. ഐസയ 1:19, 18 വായിച്ചോളൂ. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. ഏത് പറഞ്ഞ? കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. ഐശ്വര്യം ആസ്വദിക്കണതെല്ലാം ദൈവവചനത്തോട് നമ്മൾ കാണിക്കുന്ന അനുസരണം അനുസരിച്ചിരിക്കും. അതിനാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. ദൈവവചനത്തോട് ഉള്ള അനുസരണം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഇപ്പം നമ്മൾ കാര്യമല്ലല്ലോ, ഓരോരോ ഉടമ്പടി പുതുക്കത്തിലൂടെയും നിങ്ങൾ പുതിയ കാര്യങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ അനുസരിച്ച് നടപ്പിൽ വരുത്തി അതിൻ്റെ സാക്ഷിയായി, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷിയായി വളരുന്നതനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കും. അതായത് ഇതിൻ്റെ ഓരോ കഴിയുമ്പോഴും ഐശ്വര്യം ഇങ്ങനെ വർദ്ധിക്കുന്നതിൻ്റെ പിന്നിലെ നിങ്ങൾക്കറിയാമല്ലോ, ഐശ്വര്യം ദൈവത്തിൻ്റെ ഒരു നടപടിക്രമം തന്നെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നതാണ്. നിങ്ങളൊരിക്കലും വിചാരിക്കരുത് എല്ലാം ചത്തുകെട്ടുപോയി കൊല്ലും കൊലയുള്ള കുടുംബമാണ്, പിതാക്കന്മാർ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള പാപങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ കാരണമാണ് തറവാടിങ്ങനെ കെട്ടുകിടക്കണമെന്നൊന്നും വിചാരിക്കരുത്. ഇതൊക്കെ എല്ലാം ആയിരിക്കാം, ചിലപ്പോൾ കെട്ടുകിടക്കിയിരിക്കാം, പക്ഷേ ഇത് ഒരു അറ്റവും അറുതിയില്ലാത്ത കിടപ്പല്ല. ദൈവം എന്താ പറഞ്ഞത്? ഉടമ്പടിയിൽ ദൈവം വാഗ്ദാനം ചെയ്യണത് എന്താണ്? ഞാൻ നിങ്ങളെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഐശ്വര്യം പുനഃസ്ഥാപിക്കുമ്പോഴേ ഒന്നും കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ബൈബിളിലെ ഉടമ്പടി പറയുമ്പോൾ എപ്പോഴും പറയുന്ന വാക്കാണ് നെഗേബ്. ഒന്ന് ശ്രദ്ധിച്ച മക്കളെ, 32:44 എടുത്ത്. യെരമ്യാ 32:44. അവർ ബെഞ്ചമിൻ ദേശത്തും ജെറുസലേമിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലും യൂദയായിലും മലമ്പ്രദേശത്തും താഴ്വരയിലും നെഗേബിലുമുള്ള പട്ടണങ്ങളിലും നിലങ്ങൾ വിലയ്ക്ക് വാങ്ങി ആധാരമെഴുതി മുദ്രവെച്ച് സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിക്കും. വാഗ്ദാനം നോക്കി, ഈ ആധാരം എടുത്ത് സാക്ഷികളെ വെക്കണത് മുദ്രപത്രം എല്ലാം. ഇന്നിപ്പോൾ ഒത്തിരി ആൾക്കാർ സ്ഥലങ്ങളുടെ കാര്യത്തിൽ സാക്ഷ്യം പറയണില്ലേ? എന്താ കാര്യത്തിൽ ഈ ഉടമ്പടിയിൽ ഒരു മനുഷ്യൻ സർവൈവ് ചെയ്യാനുള്ള എല്ലാ കാര്യവും ഉടമ്പടിയിലുണ്ട്. വീട് വെക്കണതുണ്ട്, അതിൻ്റെ താമസിക്കണമുണ്ട്, കല്യാണം കഴിക്കണമുണ്ട്, മക്കളുണ്ടാകണമുണ്ട്. അതായത് ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാം ഉടമ്പടിയുടെ പരിധി വരുന്നതാണ്. ഇപ്പം എന്നാ പറയണത്? ഐസയ 32:44 വായിച്ചോളൂ. ജെറമിയ വായിച്ചോളൂ, ഒന്നൂടെ വായിച്ചോളൂ. അവർ ബെഞ്ചമിൻ ദേശത്തും ജെറുസലേമിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലും യൂദയായിലും മലമ്പ്രദേശത്തും താഴ്വരയിലും നെഗേബിലുമുള്ള പട്ടണങ്ങളിലും നിലങ്ങൾ വിലയ്ക്ക് വാങ്ങി ആധാരമെഴുതി മുദ്രവെച്ച് സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിക്കും. ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകും. അതെന്നെ സംഭവം എന്ന് അറിയാമോ? ആധാരം മേടിക്കും എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നതിൻ്റെ അർത്ഥം ബൈബിളിൽ. ഇനി കെട്ടും കിടക്കയും എടുത്ത് കൂടും കുടുക്കയും എടുത്ത് വിപ്രാസികളെ പോലെ ഓടേണ്ടി വരത്തില്ല. ഐശ്വര്യം നിന്ന് പ്രാപിക്കുമെന്ന് പറയുകയാണ്. അതാണ് പ്രശ്നം. അതായത് ഇതെല്ലാം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. അതുകൊണ്ട് അച്ഛൻ എല്ലാ കേസും എടുക്കണേ. നിങ്ങൾക്ക് വീടില്ല എന്നൊക്കെ പറഞ്ഞാലും ഭാഗ ഉടമ്പടി നടക്കണില്ല എന്ന് പറഞ്ഞാലും തമ്മിൽ തല്ലാണ് വെച്ചാൽ കോടതിയിലാണ് ചേട്ടൻ അനുജനം എന്നൊക്കെ പറഞ്ഞാലും ഞാൻ കേസ് എടുക്കും. എന്താ കാര്യം? കർത്താവിൻ്റെ വാഗ്ദാനം ഉടമ്പടി പ്രകാരമുണ്ട്. എന്താണ്? അവർ സ്ഥലം വാങ്ങും, മുദ്ര വെക്കും, സാക്ഷികളെ പിടിവെക്കും, അവരവിടെ താമസിക്കും. അല്ല, അവർ വീടുകൾ വെക്കും, അവിടെ താമസിക്കും. അപ്പം 65 അത് ഉടമ്പടിയിലാണ്. 65 വായിച്ചോളൂ, 21 തൊട്ട് വായിച്ചോളൂ. ശ്രുതികടെ ഹല്ലേലൂയ. ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഏറ്റു പറഞ്ഞേ 65:21 എന്താണ് പറയുന്നത്? അവർ
പറഞ്ഞോളൂ. ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും. മുന്തിരിത്തോട്ടങ്ങൾ വച്ചുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും. അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല. അവർ നടുന്നതിന്റെ ഫലം അപരൻ ഭുജിക്കുകയില്ല. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെ ആയിരിക്കും. എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദീർഘകാലം തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ വീട് വെക്കുന്നതും താമസിക്കുന്നതും കൃഷി ചെയ്യണതും ഫലം അനുഭവിക്കുന്നതും ജോലി ചെയ്യണതും കൂലി വാങ്ങണതും അവിടെ അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുമെന്നാണ് പറയണത്. ചില ആൾക്കാർക്ക് അനുഭവിക്കാൻ പറ്റണില്ലല്ലോ അല്ലേ? ജോലിയുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും എന്തെങ്കിലും മണ്ടത്തം തീരുമാനം എടുത്തു കഴിയുമ്പോൾ ഇന്നാളെ ഒരുത്തം വന്നിട്ടുണ്ടായിരുന്നു, ജാമ്യം നിന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളെ ഭർത്താവ് അകത്തായെന്ന്. വല്ല കാര്യമുണ്ട്? ജാമ്യം നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആളെന്തായാലും നോക്കി വേണം ജാമ്യം നിൽക്കുകയാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. കൂട്ടുകാരനാണ് ആന കൂനിയെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ചത്തകളെന്നൊക്കെ പറയുമ്പോൾ കുറേ ജാമ്യം നിൽക്കും. അവൻ ഭയങ്കര ഫ്രോഡായിരിക്കും. അവൻ പൈസ അടക്കത്തില്ല. അവൻ നിന്നപ്പോൾ തന്നെ വിചാരിച്ചാൽ നമ്മളെ കൂട്ടാൻ വിചാരിച്ച് കാണും. കാര്യം ഇങ്ങനെയുള്ള രോഗമുള്ള ആൾക്കാരുണ്ടാവും. എപ്പോഴും നിലയും പിടിച്ച് അത് ഇപ്പം ചത്തുകളി ആന കൂനിയെന്നൊക്കെ പറഞ്ഞ് നടന്ന് നമ്മളെ കൊണ്ട് ഒരു പണി ചെയ്യിക്കും. ഈ അയ്യോ ഭാവികളായിട്ട് നിഷ്കളങ്കരായിരിക്കുന്നവർക്ക് എല്ലാം ഒപ്പിട്ട് കൊടുക്കും. അവസാനം നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പോവുകയും ചെയ്യും. നമ്മളെ ചിലപ്പോൾ അകത്തുമാകും. അവൻ മുങ്ങുകയാണെങ്കിൽ നമുക്ക് അകത്താകത്തില്ലേ? അപ്പോൾ ഇതൊന്നും ചെയ്യരുതെന്ന് ബൈബിളുണ്ട്. ബൈബിൾ എന്ത് പരസ്നേഹം പറഞ്ഞാലും ആളും തരം നോക്കി നിങ്ങൾ ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് കുഞ്ഞാടുകളെപ്പോലെ വിടുന്നത്, സർപ്പങ്ങളെപ്പോലെ വിവേകം ഉണ്ടാകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അത് അല്ല, ശുദ്ധഗതിക്ക് ഇങ്ങനെ ഓരോ കാര്യം ചെയ്ത് കൂട്ടണമല്ല. 10 പ്രാവശ്യം ചിന്തിക്കാതെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ആവശ്യമില്ലാത്ത അസമാധാനം എന്തിനാണ് നീ വലിച്ചു വരുത്തുന്നത്? ആവശ്യമില്ലാത്ത അസമാധാനം. അപ്പോഴും സഹായിക്കേണ്ടതെന്നല്ല പറയണത്. അതിൻ്റെ അർത്ഥം കാര്യങ്ങൾ മനസ്സിലാക്കി സത്യം നമുക്ക് ഉറപ്പ് ബോധമൊക്കെ ഉണ്ടാകണം. ആ കാര്യത്തിൽ സഹായിക്കുന്ന കാര്യത്തിൽ വിവേകം ഉണ്ടാകണമെന്നതിൻ്റെ അർത്ഥം. സ്നേഹത്തെക്കാളും വലിയൊരു സാധനമാണ് വിവേകം. പ്രൂഡൻസ് ദ ക്വീൻ ഓഫ് വെർച്യു എന്നാണ് പറയുന്നത്, ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത്. ആൻഡ് പ്രൂഡൻസ് ഇസ് ദ ക്വീൻ ഓഫ് വെർച്യു. പുണ്യങ്ങളുടെയൊക്കെ രാജകുമാരിയാണ് വിവേകം എന്ന് പറയണത്. വിവേകം ഇല്ലാതെ കണ്ട് ആരെങ്കിലും 2 വെള്ളം മേടിച്ച് കൊടുത്ത് 10 പ്രാവശ്യം ചിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു കൊടുക്കും. വല്ല മണ്ടത്തരം ഉണ്ടാകും. ചിരിക്കാത്തൊരു ചിരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഓർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ആദ്യം പാമ്പ് ആദ്യമൊന്നും അവയോട് സംസാരിക്കത്തില്ലായിരുന്നു, ചുമ്മാ ചിരിക്കണ്ടായിരുന്നുള്ളൂ. ആദ്യം പാമ്പ് അവയോടൊന്നും സംസാരിക്കത്തില്ലായിരുന്നു, ചുമ്മാ കാണുമ്പോൾ ഒരു ചിരി, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് അവസാനം കുടുങ്ങിപ്പോയത്. അപ്പോൾ എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വിവേകം ഉണ്ടാകണമെന്ന് അർത്ഥം. വിവേകം ഉണ്ടാകണമെങ്കിലേ പൂട്ട് വേണം. എന്താണ്? ലോക്ക് വേണം. എന്തിന്? ബുദ്ധിക്കും വേണം ഹൃദയത്തിനും വേണം. അങ്ങനെ ലോക്ക് വേണമെങ്കിലേ നിരന്തരം കർത്താവുമായിട്ട് ബന്ധം വേണം. അതാണ് വിഷയം. കർത്താവുമായിട്ട് അങ്ങനെയാണ് ഇത് ലോക്കാകണത്. അല്ല, നമുക്ക് ദൈവമായിട്ട് ബന്ധമില്ല, മനുഷ്യനെ മതി എന്നും പറഞ്ഞ് അധികാരം മതി, സ്വാധീനം മതി, നാട്ടിൽ നല്ല പേര് മതി, മറ്റെല്ലാവരും നമ്മൾ നല്ല ആണെന്ന് പറയണം, അത് നല്ല ചെറുക്കനാണ്, നല്ല ആണെന്നൊക്കെ പറഞ്ഞ് നല്ല വാക്ക് കിട്ടിയാൽ മതി. ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ മിക്കവാറും പണി മേടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ദൈവത്തെ മറന്നാണ് മനുഷ്യനെ ദൈവത്തെക്കാൾ വലിയ ആളായിട്ട് കണക്കാക്കുകയാണ്. എനിക്കൊരു മതമില്ല, മനുഷ്യനാണ് എൻ്റെ മതം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരില്ലേ? അത് ചുമ്മാ ദിവ്യ പറയണതാണ്, അവർ പറയാൻ വേണ്ടി എന്തും പറയണം. അതൊക്കെ അതൊന്നുമില്ല. അടിപൊളിക്കുമ്പോൾ മാങ്ങയുടെ പുള്ളി അറിയത്തുള്ളൂ, ചെന്ന് നോക്കണം വീട് അറിയണമെങ്കിൽ. അതൊക്കെ ചുമ്മാ പറയണം, അതൊന്നുമല്ല. അത് ഞാൻ മൈൻഡ് ചെയ്തില്ല, അതല്ല വിഷയം. അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്ന മുമ്പ് ഇങ്ങനെയുള്ള നമ്മളകത്ത് പോകുന്നത് അല്ലെങ്കിൽ ആപ്പിലാകണ വിഷയം ദൈവം ബ്ലോക്ക് ചെയ്യും. ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങളിങ്ങനെ കാര്യം ആപ്പിലാകേണ്ട കാര്യമില്ല, ദൈവം ബ്ലോക്ക് ചെയ്യും ഉടനെ. ബാലാമിൻ്റെ കഴുതയുടെ കാര്യം കേട്ടിട്ടില്ലേ? ബാലാമിൻ്റെ കഴുത ബാലാമിനെ കൊണ്ട് പോകുമ്പോൾ ബാലാക്ക് വിളിച്ചിട്ട് പോണതാണ്. ഇസ്രായേൽക്കാർ ചതിക്കാൻ വേണ്ടി പോണതാണ്. ബാലാമിനെ അറിയാൻ പാടില്ല. ഇസ്രായേൽക്കാരെ ചതിക്കാൻ വേണ്ടി ബാലാക്ക് വിളിക്കുകയാണ്. കള്ളപ്രവാചകനാണ് ബാലാക്ക് വിളിക്കുമ്പോൾ ബാലാം പോവും, കഴുതയുടെ പുറത്ത് പോവും. കഴുത എന്ത് ചെയ്യും? കഴുതക്കറിയാം എന്ത്? ബാലാമിനേക്കാൾ വിവരമുണ്ട് കഴുതയ്ക്ക്. എന്താണ് ഈ പോക്ക്? ദൈവത്തിൻ്റെ പോർഷനായി ഇസ്രായേലിനെ ചതിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണെന്ന്. അപ്പോൾ ബാലാം പോയി പണിമെടിക്കാതിരിക്കാൻ വേണ്ടി, ബാലാക്കിൻ്റെ ചതിപ്പെടാതിരിക്കാൻ വേണ്ടി കഴുത ഭിത്തിയോട് ചേർന്ന് നടക്കും. അപ്പം അവൻ്റെ ഈ പുറത്തിരിക്കുന്ന ബാലാമിൻ്റെ മുട്ട് ഭിത്തിയിൽ ഉരഞ്ഞ് പൊട്ടുമ്പോൾ അയാൾ താഴെ ഇറങ്ങി ബുദ്ധിബോധമില്ല കഴുതയെ തല്ലും. അപ്പോൾ കഴുത സംസാരിക്കാൻ തുടങ്ങും. നീ എന്തിനാണ് എന്നോട് എന്നെ തല്ലണത്? നീ എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ വല്ല വിവരമുണ്ടോ? അതാണ് ദൈവത്തിൻ്റെ സംരക്ഷണം. നിനക്ക് ദൈവത്തിനോട് അടുപ്പമുള്ള ആൾക്കാരാണെങ്കിൽ നീ ഒരു ചതിയിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ദൈവം കഴുതയെ കൊണ്ടുപോയി സംസാരിപ്പിച്ച് നിന്നെ സംരക്ഷിക്കണം. ദൈവമാണ് ഉടമ്പടിയുടെ ദൈവം. സംഖ്യ 22-21 മുതലുള്ള തിരുവചനങ്ങൾ. ബാലാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് മൊവാബിലെ പ്രഭുക്കന്മാരോടൊപ്പം പുറപ്പെട്ടു.
അവൻ പോയതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. കർത്താവിൻ്റെ ദൂതൻ വഴിയിൽ അവനെതിരെ നിന്നു. കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന ബാലാമിൻ്റെ കൂടെ 2 ഭൃത്യന്മാരുമുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ ഊരിയ വാളുമായി വഴിയിൽ നിൽക്കുന്നത് കണ്ട് കഴുത വയലിലേക്ക് ചാടി. വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബാലാം അതിനെ അടിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ മുന്തിരിത്തോട്ടത്തിൽ ഇരുവശവും മതിലുള്ള ഇടുങ്ങിയ വഴിയിൽ നിന്നു. കർത്താവിൻ്റെ ദൂതനെ കണ്ട് കഴുത മതിലിനോട് ചേർന്ന് ഒതുങ്ങി. ബാലാമിൻ്റെ കാൽ മതിലിൽ ഉരഞ്ഞു. അവൻ കഴുതയെ വീണ്ടും അടിച്ചു. കർത്താവിൻ്റെ ദൂതൻ മുമ്പോട്ട് പോയി ഇടം വലം തിരിയാൻ ഇടമില്ലാത്ത ഇടുങ്ങിയ സ്ഥലത്തു നിന്നു. ദൂതനെ കണ്ടപ്പോൾ കഴുത കിടന്നുകളഞ്ഞു. ബാലാമിൻ്റെ കോപം ജ്വലിച്ചു. അവൻ വടികൊണ്ട് കഴുതയെ അടിച്ചു. അപ്പോൾ കർത്താവ് കഴുതയ്ക്ക് സംസാരശക്തി നൽകി. 3 പ്രാവശ്യം എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് എന്തു ദ്രോഹം ചെയ്തു എന്ന് അത് ബാലാമിനോട് ചോദിച്ചു. ബാലാക്ക് വിളിച്ചിട്ട് പോണതാ, എന്നുവെച്ചാൽ ഇസ്രായേലിനെ ശപിക്കാൻ വേണ്ടി പ്രവാചനം വിളിച്ചുകൊണ്ട് പോണതാണ്. ഞാൻ പറഞ്ഞു വരുന്ന അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇപ്പം നിങ്ങൾ ഓർക്കും ഇതൊക്കെ പഴയ കാര്യങ്ങളല്ലേ എന്ന് വെച്ചാൽ നിരന്തരം നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓരോ മനുഷ്യൻ ഓരോ ചതിക്കുഴിയിലേക്ക് പോകുമ്പോൾ നിനക്ക് ദൈവവുമായിട്ട് ഉടമ്പടി ബന്ധമുണ്ടെങ്കിൽ ദൈവം എത്ര പ്രാവശ്യമാണ് ഇവനെ സംരക്ഷിക്കണം എന്ന് നോക്കിയേ. 1-2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം. ആദ്യം പുഴയിൽ ചാടി, വയലിൽ ചാടി, എന്നിട്ടും പിന്നെയും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ ഇടുങ്ങിയ സ്ഥലത്തിലാക്കി ദൂതൻ നിന്ന് തടഞ്ഞു, വഴി തടക്കണേ. നമ്മൾ തെറ്റിലേക്കാണ്, തകർച്ചയിലേക്കാണ് പോകണമെന്ന് കണ്ടാൽ എന്തെങ്കിലും ഉടായ്പ കൊണ്ടുവന്നിട്ട് ദൈവം അവിടെ നിർത്തും. ചില കാര്യങ്ങൾ അച്ഛാ കല്യാണം പോയെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ്, ഞാൻ ഇരുന്ന് ചിരിക്കും. ചിലക്ക് വന്ന് കൗൺസിലിംഗ് പറയല്ല, അച്ഛാ ആ കല്യാണം പോയച്ചാന്ന് പറയാം. അപ്പം ഞാൻ ചിരിക്കും, അച്ഛൻ ചിരിക്കണമെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞ് ഇനി നീ രക്ഷപ്പെട്ടെന്ന് പറയണേ. എന്താ കാരണം, ബാലാവിൻ്റെ കഴുതയല്ലേ, കർത്താവിൻ്റെ ദൂതൻ നിൻ്റെ വഴി നിൽക്കുകയാണ്. നീ തകരാൻ പോവുകയാണ്, നീ ചതിക്കപ്പെടാൻ പോവുകയാണ്. അവന് BCom ആണ് അല്ലെങ്കിൽ MA ആണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ചുമ്മാ കള്ളത്തരമാണ്. ആ വീട്ടിൽ മൊത്തം കടമായിരിക്കും, ചിലപ്പോൾ ആ വീട്ടിൽ മൊത്തം കടമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമുള്ള കേസ് പറ്റിക്കണമായിരിക്കും. ഇനി വീട്ടുകാർക്കും നാട്ടുകാർക്കും അറിയാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോഴേ ലൈംഗിക ശേഷിയില്ലാത്ത ആളായിരിക്കും. കെട്ടിക്കഴിഞ്ഞാലേ അറിയാൻ പറ്റാത്ത, പിന്നെ അവിടെ നിന്ന് ഒളിച്ചോടാൻ പറ്റുമോ? കർത്താവ് തടുക്കും. ചില കാര്യങ്ങൾ ഇതുപോലെ ബാലാമിൻ്റെ കഴുതയെപ്പോലെ നമ്മുടെ വഴി ഞെരുക്കി കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തല്ലോ, എന്നിട്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ, പിന്നെ മോന്തയും വെച്ച് മോങ്ങി നടക്കരുത്. കർത്താവ് തന്നെ രക്ഷിച്ചതിന് സന്തോഷിച്ച് നന്ദി പറയണം. അപ്പം നടക്കാത്ത കാര്യങ്ങൾ ഓർത്തൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവായ ദൈവമേ ഉടമ്പടി എടുത്തിട്ടോ എൻ്റെ ജീവിതത്തിലെ ഞാൻ ആശിച്ച ജോലി, ഞാൻ ആഗ്രഹിച്ച ജീവിതം കിട്ടാതെ പോയപ്പോഴൊക്കെ ഞാൻ അങ്ങയോട് നന്ദി പറയുന്നതിന് പകരം അങ്ങയോടുള്ള വിശ്വാസം കുറച്ചുകൊണ്ട് എന്റെ സ്വന്തം വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഐസയ 1:18 അനുസരിച്ചുകൊണ്ട് അനുദപിക്കുന്നു. കർത്താവേ വചനം അനുസരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കർത്താവേ ഐസയ 1:19 അനുസരിച്ചുകൊണ്ട് എന്റെ ഐശ്വര്യത്തെ ഇപ്പോൾ പുനഃസ്ഥാപിക്കണമേ. എൻ്റെ പേര് ബേബി പോൾ. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. തുറൂർ ഇടവകയിൽ സെൻ്റ് അഗസ്റ്റീൻ ഇടവകയിലെ ഒരു ഇടവാംഗമാണ് ഞാൻ. എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപകൾ, മാതാവിൻ്റെ കൃപകളും ഞാനിവിടെ ഏറ്റുപറയുന്നു. എനിക്ക് 20 വർഷത്തോളമായി മദ്യപാനമായിരുന്നു. ഞാനൊരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, വ്യക്തിയാണ്. പക്ഷേ മദ്യപാനം ഞാൻ ഈ പറഞ്ഞ പോലെ മുൻപൊക്കെ രാത്രി മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. പിന്നെ അത് പകലും രാവിലെയൊക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പിന്നെ ഈ അപകടങ്ങൾ, ചെറിയൊരു കാറൊക്കെ ഉണ്ടായിരുന്നു, അപകടങ്ങളൊക്കെ എപ്പോഴും പറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴും എനിക്ക് ഇതുപോലെ ഈ മദ്യപാനം നിർത്തണം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. രാവിലെ വിചാരിക്കും, വൈകുന്നേരം പോയി കഴിക്കും, ഇടയ്ക്കിടയ്ക്ക് പള്ളിയിലൊക്കെ പോകും. അങ്ങനെ ഒരു ദിവസം എനിക്കൊരു ചാനലുണ്ട്, ഓൺ ഫസ്റ്റ് റിലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ആ ചാനൽ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിദേശത്തു നിന്നൊക്കെ ആൾക്കാരിങ്ങനെ വിളിക്കും, ലേഡീസായാലും ജെൻസൊക്കെ ആയാലും വിളിക്കും. അങ്ങനെ ഞാനൊരു ദിവസം ഒരു ചാനൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒരു ലേഡി വിളിച്ചു. അതൊരു മണി ട്രാപ്പായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയായി, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പോൾ എന്നോട് എൻ്റെ വൈഫ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ,
നമുക്ക് നാളെ തന്നെ കൃപാസനത്തിൽ പോകാൻ പറഞ്ഞു. അപ്പം തന്നെ രാവിലെ പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണിക്ക് ഇവിടെ എത്തി, കൃപാസനത്തിൽ എത്തി. ഒന്നും നോക്കിയില്ല, ഉടമ്പടി എടുത്തു. അപ്പോൾ എൻ്റെ കുറച്ച് കാശ് പോയി എൻ്റെ ഇടയിൽ. ഈ അതൊന്നും പറയാൻ തന്നെ മണി ട്രാപ്പൊന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എൻ്റെ 1,00,000 പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. നമ്മൾ ഇത്ര അധ്വാനിച്ചേക്കേണ്ട ക്യാഷുകളല്ല. അപ്പോൾ എനിക്കെന്ന് പറയുക ഈ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യത്തിന് കയറി കൗൺസിലിംഗ് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഫോൺ ഇങ്ങനെ ഒരാൾ വിളിക്കുന്നുണ്ട്, കിണിന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ ആരമേ എടുക്കുന്നില്ല, ഇത് നടന്നുകൊണ്ടിരിക്കല്ലേ. കുറേ വിളിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് അസ്വസ്ഥ. ഞാൻ മെല്ലെ പുറത്ത് വന്നിട്ട് ഫോൺ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ബേബി നിൻ്റെ പൈസ ഏകദേശം ഒരു 10,000 രൂപയുണ്ട്, ആ രൂപ ഞാനിവിടെ ഒരാളയിൽ കൊടുത്തിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ അതിശയം തോന്നി. കാരണം ഞാനിവിടെ നിന്ന് കയറിയിട്ടുള്ളൂ. അപ്പോഴേക്കും എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ട പൈസയിൽ ഒരു 70% പൈസ എനിക്ക് തരാനുള്ള പൈസയാണ്. എന്നാൽ അത് കിട്ടാനായിട്ട് വർഷങ്ങളോളമൊക്കെ കഴിയും. അതെനിക്ക് ആ നിമിഷത്തിൽ തന്നെ കിട്ടിയപ്പോൾ എൻ്റെ ഇവിടെ വന്നപ്പോൾ അത്രയ്ക്കും വിശ്വാസം കൂടി. എൻ്റെ ഉടമ്പടിയിൽ ഞാൻ ഉറച്ചു. പിന്നെ എനിക്ക് അങ്ങോട്ടും തിരിഞ്ഞു നോക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഉടമ്പടിയിൽ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോയി തുടങ്ങി. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എനിക്ക് അനുഭവങ്ങൾ വളരെ ഇങ്ങനെ കിട്ടി തുടങ്ങി മാതാവിൻ്റെ. ഞാൻ വിചാരിച്ചു, എൻ്റെ മാതാവേ ഇത്രയും ഇങ്ങനെയൊക്കെ നടന്ന ആളാണ് ഞാൻ, എന്നിട്ട് നീ എന്നെ ഇത്രയും എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും വിഷമവും അങ്ങനെയൊക്കെ ആയി. അങ്ങനെ ഇതേപോലെ പിന്നെ എനിക്ക് തോന്നുന്നത് ഈ മദ്യപാനം വേണ്ടാന്ന് വെച്ചാലോ എന്ന്. ഞാൻ വേണ്ടാന്ന് വെച്ചു, പക്ഷേ പിന്നെ ഞാനത് മറന്നു, മദ്യപാനം മറന്നു. പിന്നെ ബാറിൻ്റെ മുന്നൂടെ പോകും, പക്ഷെ ഞാൻ കഴിക്കില്ല. പിന്നെ അതുപോലെ എൻ്റെ റിലേഷൻസൊക്കെ എന്നെ വിളിക്കും ഈ ഓരോ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ. എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പോൾ എല്ലാവരും പോകും, നിന്നെ സമ്മതിക്കണം, ഇത്ര വർഷമായിട്ട് നീ മദ്യപാനം കഴിച്ചിട്ട് നിനക്ക് നിർത്താൻ പറ്റിയല്ലോ. അപ്പോൾ ഞാൻ ഒരു കാര്യം ഉടമ്പടിയിലേക്ക് പോയിട്ട് കൃപാസനത്തിൽ ഇതൊക്കെ നിനക്ക് നിർത്താൻ പറ്റുമെന്ന് പറയും. അപ്പോൾ എനിക്ക് അങ്ങനെ ദൈവത്തോട് കൃപ കിട്ടി ആ മദ്യപാനം ഞാൻ നിർത്തി. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട് ഇരിക്കുന്ന ഒരു നിലത്തിലായിട്ടാണ് കിടക്കുന്നത്. അത് ഞാൻ ഒരു സ്ഥലം വാങ്ങിച്ചത് 11 വർഷമായി ഞാൻ സ്ഥലം വാങ്ങിച്ചിട്ട്. അപ്പോൾ ആ ഒരു വീട് വയ്ക്കാനായിട്ട് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടു. കാരണം ഞാൻ കേസും കൂട്ടൊക്കെ ആയി വില്ലേജിൽ നിന്നും അതുപോലെ പോലീസ് വരലും. കാരണം എനിക്കത് കരഭൂമിയല്ല, ലാൻഡാണ്, നീലായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്കത് പൂർത്തീകരിക്കാൻ പറ്റില്ല. അങ്ങനെ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് അത് എനിക്ക് ലോൺ എടുക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥമായി. അപ്പോൾ ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ മാസത്തിൽ ഓരോ പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ കൂടുമ്പോൾ ഇതേപോലെ കാക്കനാട് പോവും, അവിടെ ആലുവയിൽ പോവും, ഒരു രക്ഷയില്ല. ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഈ പരിപാടി വേണ്ട, ഇത് ഇനിയിപ്പോൾ ഇങ്ങനെയാണ് കിടക്കട്ടെ, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മാസം മുൻപ് 10 വർഷമായി എന്നൊക്കെ ഉണ്ട്, 10 വർഷമായി, 1-2 വർഷമല്ല, ഈ ഏകദേശം ഒരു മാസം മുൻപ് ഞാൻ വെറുതെ വില്ലേജിൻ്റെ മുന്നോട്ട് പോയി. അപ്പം ഞാൻ വെറുതെ ഒന്ന് കയറി നോക്കാം, ഇതുണ്ടായോ നടക്കുമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അറിയുന്ന ഈ സ്റ്റാഫ്, കാരണം ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ മേഖലയായതുകൊണ്ട് വില്ലേജിലും അതേപോലെ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലൊക്കെ എനിക്ക് ഭയങ്കര പരിചയമാണ്. അപ്പോൾ ഞാൻ ചെന്ന വശം എന്നോട് പറഞ്ഞു, ബേബി ശരി കണ്ടിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാണ്, എന്തുട്ടാന്ന് ചോദിച്ചാൽ മേഡം ചോദിച്ചു. പറഞ്ഞു, നിൻ്റെ പാടായിട്ട് കിടന്നിരുന്ന ഈ വസ്തു കരുവേട്ടിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ദൈവമേ, ഞാൻ ഇത്ര വർഷമായിട്ട് നടന്നിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇതൊക്കെ മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് നടന്നതാണ്, അല്ലാണ്ട് വേറൊരു കാര്യവും നടന്നല്ല. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഞാനൊരു ദിവസം എനിക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു പാർട്ടിക്ക് ഞാൻ ഇത്ര പൈസ ഒരു ലാൻഡ് വാങ്ങാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാൻഡ് എനിക്ക് വാങ്ങുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, ചിലപ്പോൾ മാതാവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല, അതായിരിക്കും ഇത് വാങ്ങിക്കാൻ കഴിയത്തതെന്ന് വെച്ചു. അപ്പോൾ ഞാനത് വിട്ടു. അപ്പം ഞാൻ വിചാരിച്ചു അതിന് 3 ലക്ഷം രൂപ ഞാൻ അഡ്വാൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കിട്ടാക്കടായിട്ട് മാറിയ സംഭവം അത്. അപ്പോൾ ഞാനങ്ങനെ മാതാവിൻ്റെ വെച്ച് ഉടമ്പടിയിൽ വെച്ചു. മാതാവ് ഞാൻ പിന്നെ ഒരു കാര്യം എനിക്കിങ്ങനെയൊക്കെ ഇത് ലഭിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുമ്പോഴും മാതാവിനോട് ചോദിക്കും, മാതാവേ ഇത് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടാ, അല്ലെങ്കിൽ ഞാൻ ഇത് വാങ്ങുന്നുണ്ട്, എനിക്കത് നടക്കുമോ, അപ്പോൾ അത് നടത്തി തരേണ്ട മാതാവേ എന്ന് പറയും. അങ്ങനെ ഞാൻ ഈ ഉടമ്പടിയിൽ 3 ലക്ഷം കിട്ടാനുള്ളത് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ആകെ ഡെസ്പായിട്ടിരിക്കുക. കാരണം 3 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു കാശാണ്. ആ 3 ലക്ഷം രൂപ ഞാൻ അങ്ങനെ ഒരു ദിവസം ഇരുന്നിരിക്കുമ്പോൾ ഇതിൻ്റെ ആൾ, ബേബി നീ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാന്ന് പറഞ്ഞു. അപ്പോൾ നീ എഴുതി കരാറിൻ്റെ കോപ്പി കൊണ്ട് കൊണ്ടുവരണ്ടാന്ന് പറഞ്ഞു. അത് നോക്കിയപ്പോൾ കരാറിൻ്റെ കോപ്പി ഇല്ല, അതൊന്നും കാണാല്ലേ. എനിക്കാകെ ഇനിയിപ്പോൾ ഇതിലെ കാശ് തരില്ല ദൈവമേ, കരാറിൻ്റെ കോപ്പി ഇല്ല, ഒന്നുമില്ല എൻ്റെ കയ്യിൽ, ഒറിജിനൽ എൻ്റെ കയ്യിൽ ഇരിക്കണേ. അങ്ങനെ ഞാൻ ഒരു കാശ് രൂപ എടുത്ത് പോക്കറ്റിലിട്ടു. കാശ് രൂപ എടുത്ത് പോക്കറ്റിലിട്ട് ഞാൻ ഇയാളെടുത്ത് ചെന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഈ മറ്റേ കരാറ് കൊടുക്കുന്നുണ്ടോയെന്ന് പറഞ്ഞു. കരാറൊന്നും ഞാൻ കൊടുത്തില്ല, ചേട്ടൻ എന്നെ വിശ്വാസം എനിക്ക് ഞാൻ മാതാവിൻ്റെ ആളാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് എന്നെ കാണാൻ, ഞാനിപ്പോൾ എനിക്കൊരു ചാനലൊക്കെ ഉണ്ട്, ഓൺ ഫസ്റ്റ് റിയലിറ്റേഴ്സ് ഉണ്ട്. ആ ചാനലിലൂടെ എപ്പോഴും ഞാൻ
മാതാവിൻ്റെ ഇവിടുത്തെ ജോസഫിൻ്റെ ഡോക്കുകളും മറ്റൊരു സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു. വളരെ പിന്നെ അതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് മാതാവിൻ്റെ ഫോട്ടോസും അതുപോലെ വചനങ്ങളും പാട്ടൊക്കെ എഴുതി ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു. അതൊക്കെ ഈ പുള്ളി കണ്ടിട്ടുണ്ട്. ഇത് പറഞ്ഞ ശേഷം പുള്ളിക്ക് അടിച്ചു. പുള്ളി ഒന്നും വേണ്ട, നീ പൈസ കൊണ്ടുവന്നിട്ട് പുള്ളി 10,000 രൂപ എൻ്റെ നിന്ന് എടുത്തു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, 10,000 രൂപ അല്ലേ, 3 ലക്ഷം പോയി അത്രയും പോയില്ലേ. അപ്പോൾ എനിക്ക് ആകാശില്ല. അപ്പം നമ്മൾ എന്ത് ദൈവത്തോട് ചോദിച്ചാലും എൻ്റെ അനുഭവം ഞാൻ പറയണേട്ടാ, എനിക്ക് മറ്റുള്ളവരോട് അതുപോലെ മാതാവിനോട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് വിശ്വാസം കൂടുന്നത്. അപ്പോൾ വീട്ടിലും പറഞ്ഞു, എൻ്റെ ഇതൊക്കെ ചേട്ടൻ്റെ കഴിവൊന്നുമല്ല, എൻ്റെ വൈഫ് ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. വൈഫ് പറഞ്ഞു മാതാവിൻ്റെ ഒരു കൃപയുള്ള കാരണം ഇതൊക്കെ നടക്കണേന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇപ്പോൾ 3 കാര്യങ്ങളായിട്ട് നടക്കണേ. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ എനിക്ക് ഈ 3 ലക്ഷം കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്കൊരു സംരംഭം തുടങ്ങണം, അത് എന്തോന്നാണെന്ന് നീ പറഞ്ഞു തരാമോ ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞിരിക്കുമ്പോൾ പറഞ്ഞു, നീ എന്താണ് വിഷമിക്കുന്നത്, ഞാൻ പറയാം, നീ ഒരു ചെടിയുടെ ഒരു നഴ്സറി തുടങ്ങാൻ പറഞ്ഞു. അപ്പോൾ നഴ്സറിയാന്ന് ചോദിച്ചാൽ, അപ്പോൾ എനിക്ക് നഴ്സറി എന്ന് പറഞ്ഞാൽ ഈ റിയൽ എസ്റ്റേറ്റ് കാരണം നഴ്സറിയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അപ്പോൾ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ മാതാവിനപ്പോൾ ഞാൻ പറഞ്ഞേ, ഒരു സ്ഥലം വേണ്ട മാതാവ്, കണ്ണിങ്ങനെ മുക്കിലും തുടങ്ങിയിട്ട് കാര്യമില്ല, തുടങ്ങുമ്പോൾ നല്ലൊരു സ്ഥലത്ത് തുടങ്ങണ്ടേ, ആൾക്കാർ കാണുന്ന നല്ല പോഷായിട്ട് ഏരിയയിൽ തുടങ്ങണം. അപ്പോൾ തൊട്ടടുത്തൊരു യൂദാപുരം പള്ളിയുണ്ട്, യൂദാസുണ്ണികളുടെ. അപ്പം ഞാനവിടെ എന്നും രാവിലെ അല്ലെങ്കിൽ വൈകിട്ടാണ് കുർബാനയ്ക്ക് പോവാറ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് തോന്നി, ഇത് നല്ല സ്ഥലമാണല്ലോ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് നമ്മുടെ കൂട്ടുകാരനോട് ചോദിച്ചു, ഈ സ്ഥലം നിനക്കറിയാലോ, ഇത് ആരെയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാടാന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വിളിച്ചു ചോദിച്ച പുള്ളി പറയണേ, പ്ലാന്റ് നഴ്സറി തുടങ്ങാൻ വേണ്ടി മാത്രം തരാം, അല്ലെങ്കിൽ ഒന്നും തരില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ അതിശയിച്ച് പോയി. ഞാൻ മനസ്സിൽ പറഞ്ഞാണ് എനിക്ക് ഈ സ്ഥലം നഴ്സറി തുടങ്ങിയിട്ട് ഈ സ്ഥലം വേണം. അപ്പോൾ പുള്ളി പറയണ, പുള്ളി ആർക്കും കൊടുക്കാത്ത ഒരാളാണ്, അത്രയൊരു ഭയങ്കര ആളാണ് പുള്ളി. അപ്പോൾ പുള്ളി എനിക്ക് വേണ്ടി അത് മാതാവ് ഒരുക്കി എനിക്ക് വാങ്ങി തന്നു. ഇപ്പോൾ ഞാൻ നഴ്സറി തുടങ്ങി ഇപ്പോൾ 3 മാസമായി. കച്ചവടം ഇപ്പോൾ കുറവാണ്, എന്നാലും ഒക്കെ മാതാവിൽ സമർപ്പിച്ചിട്ട് മുന്നോട്ട് പോകുന്നത്. പിന്നെ അതുപോലെ എനിക്ക് ഇത് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഭയങ്കരമായ കച്ചവടങ്ങളൊക്കെ എനിക്ക് ലഭിക്കുകയുണ്ടായി റിയൽ എസ്റ്റേറ്റിൽ. കാരണം ഞാൻ അത് 1 കോടി 2 കോടി 3 കോടി ഒന്നുമില്ല, 4-5 കോടി കച്ചവടങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ എനിക്ക് തന്നെ ഇടയ്ക്ക് പേടിയാവും, ഇതൊക്കെ എങ്ങനെ കിട്ടണേന്ന്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ റിയൽ എസ്റ്റേറ്റിൻ്റെ കച്ചവടങ്ങൾ ഉറപ്പിക്കാനൊക്കെ പോകുമ്പോൾ ഈ കാശ് എടുത്ത് പോക്കറ്റിൽ വെച്ചിട്ട് നടക്കാത്ത കച്ചവടമായിരിക്കും. പോക്കറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ പോക്കറ്റിൽ കൈയിട്ട് നിന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയും, അതായത് കച്ചവടം മുറിച്ച് തരാൻ പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കച്ചവടങ്ങളൊക്കെ അത് പെട്ടെന്ന് നടക്കും. അങ്ങനെ എനിക്ക് ഈ പറഞ്ഞ പോലെ കാശുകളൊക്കെ കിട്ടി. എനിക്ക് ചാനലിലൂടെയൊക്കെ ഞാൻ ചെയ്യണത്. അപ്പോൾ ബോംബെ, ഡൽഹി അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് മലയാളീസൊക്കെ ഒന്ന് വാങ്ങിണേ. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ അഹങ്കാരം പറയില്ല കേട്ടോ. അപ്പം ഞാൻ മാധവനോട് പറയും, മാധവൻ എനിക്കൊരു കാശൊക്കെ കയ്യിൽ നീ തരുന്നുണ്ട്, അപ്പോൾ എനിക്ക് കാശൊക്കെ തരുമ്പോൾ നന്നായിട്ടൊക്കെ ജീവിക്കണ്ടേ, എനിക്കൊരു മഹിമയായിട്ട് മാധവൻ്റെ പേരും പറയാലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു കാറ് വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്, നല്ലൊരു കാറ്, ഒരു വലിയ. ഞാൻ പറഞ്ഞു എനിക്ക് ബ്രസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കാശുണ്ട് എൻ്റെയൊക്കെ, മാധവ് കാശ് തന്നുണ്ട്. അപ്പോൾ എനിക്ക് 62 വയസ്സായി. അപ്പോൾ ആരും വിചാരം എനിക്ക് ലോൺ തരില്ല, പ്രായം എന്ന് പറയും. പക്ഷേ സ്കോറുണ്ട്, 900 സ്കോറുണ്ട് എനിക്ക്. പക്ഷേ സ്കോറുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പ്രായമായില്ലേ. അപ്പോൾ അങ്ങനെ ഞാനൊരു കാറ് മേടിക്കാനായിട്ട് ഞാൻ അങ്ങനെ 2-3 സ്ഥലം മാരുതിയിലൊക്കെ അവരതിലൊക്കെ പോയപ്പോൾ തരുന്നില്ല അവർ. അപ്പോൾ ഞാൻ മാരുതി ഷോറൂമിൽ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ഒരു കാറിൻ്റെ കാര്യം പറഞ്ഞിരിക്കുമ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു മാനേജർ വന്നിട്ട് വെറുതെ പുള്ളി എന്നോട് ചോദിച്ചു, എന്താ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഈ പുള്ളിനെ അറിയുന്നില്ല, എന്താ ഇരിക്കണമെന്ന് എനിക്കും ശരി വന്നു. അപ്പം ഞാൻ പറഞ്ഞു, സാറിനെ ഞാൻ അറിയില്ല, ഞാൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആളാന്ന് പറഞ്ഞു. അപ്പോൾ കാറ് വാങ്ങാൻ വന്നല്ല അവിടെ ഇരിക്കണേ, പുള്ളിക്കതറിയാം. പുള്ളി എന്നോട് ചോദിച്ചു, ഞാനൊരു കാറ് വേണമായിരുന്നു. അപ്പോൾ എനിക്ക് പ്രായമായാലും കാറ് എനിക്ക് ലോണായിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അതിനെന്താ ഞാൻ കാറ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇത്ര കാശ് അടയ്ക്കാൻ പറഞ്ഞു, പൈസയൊക്കെ ഞാൻ അടയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ എത്ര കാശ്, ഞാൻ ഒരു 4 ലക്ഷം അടയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഞാനത് വിട്ടു, ഞാൻ വീട്ടിൽ പോയി. അങ്ങനെ പുള്ളി എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ വന്നിട്ട് പുള്ളി എനിക്ക് ലോൺ പാസ്സായി. 1 മാസം കഴിഞ്ഞ് ലോൺ കഴിയുമ്പോൾ കാറ് കിട്ടണമെങ്കിൽ 7 ദിവസമുള്ള എനിക്ക് കാറ് കിട്ടി, പുതിയ കാറ്. അപ്പം ഞാൻ മാധവനോട് പറഞ്ഞു, എൻ്റെ മാധവ് ഈ കാറ് എനിക്ക് ലഭിച്ചു, ഈ കാറ് ഞാൻ എന്ന് പറഞ്ഞാൽ എന്നാൽ കഴിയാവുന്ന ആൾക്കാർ കാറിൽ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു, ഉടമ്പടി എടുക്കാൻ വേണ്ടി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ വരുമ്പോൾ ഞാനുണ്ട്, വൈഫുണ്ട് കൂടെ, പിന്നെ 3 ആളുണ്ട്. അവരെല്ലാവരും കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിക്കും. അങ്ങനെ ഞാൻ എൻ്റെ കാറിൻ്റെ പുറകിൽ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് സഞ്ചാരി മാതാവ് കാക്കണുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി കൊണ്ടുപോയി എല്ലാവരും എൻ്റെ വണ്ടി പാസ് ചെയ്യുമ്പോൾ നോക്കിച്ചിരിക്കും, സഞ്ചാരി മാതാവ് നന്നായിട്ട് തന്നെ പറയും എല്ലാവരും.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എനിക്ക് ഇപ്പോൾ എനിക്ക് കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കാശുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ കാര്യപ്രവർത്തനം നന്നായിട്ട് ഞാൻ ചെയ്യും കേട്ടോ. കാരണം എനിക്ക് കിട്ടുന്ന കാശിന് ഞാൻ ഈ പറഞ്ഞ പോലെ വൃദ്ധസ്ഥാനങ്ങളിൽ ഫുഡ് കൊടുക്കലും പിന്നെ അവർക്ക് ആഹാര വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കലും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യും. പിന്നെ അത് ഹോസ്പിറ്റലിൽ അവിടുത്തെ രോഗികളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രോഗികളെ പോയി കണ്ടവർക്ക് പഴം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊടുക്കും. അത് കഴിയുമ്പോൾ പിന്നെ ഫുഡ് കൊടുക്കുക അവർക്ക്. പിന്നെ അതുപോലെ എനിക്ക് എന്നോട് വന്ന ആര് കഴിഞ്ഞിട്ടല്ലേ എൻ്റെ ഉണ്ടെങ്കിൽ അപ്പം ഞാൻ ക്യാഷ് എടുത്ത് കൊടുക്കും. അതുപോലെ എൻ്റെ ബന്ധുക്കൾക്ക് ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്ക് ഞാൻ വലിയ കാശിൽ 5000 രൂപ 6000 രൂപ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ അയൽവക്കക്കാർക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാം തന്നെ. അപ്പോൾ എല്ലാവരും പറയും കൃപാസൻ്റെ ആളായിട്ട് പറഞ്ഞു. ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊടുക്കുമ്പോൾ എന്നോട് നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ചോദിച്ചു, അല്ല ബേബി ഇതെങ്ങനെ നീ ഇങ്ങനെയൊക്കെ ഇത് അവർക്ക് പറയാനും മടി, ഇങ്ങനെയൊക്കെ ഇത്ര ഉയർച്ചയിൽ എല്ലാ കാര്യങ്ങളും നടത്തി കൊണ്ടുപോകുന്നുണ്ടല്ലോ, അത് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ കച്ചവടങ്ങളുണ്ട്, എനിക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ എൻ്റെ കഴിവില്ല, മാതാവിൻ്റെ കഴിവാന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ എല്ലാവരും പിന്നെ എന്നെ കാണുമ്പോൾ മാതാവിൻ്റെ ആളാട്ടോ, അവനോട് ആവശ്യമൊന്നും പറയണ്ട, അങ്ങനെ ആൾക്കാർ എന്നോട് കാണുമ്പോൾ പറയും. അത് കഴിഞ്ഞിട്ട് എനിക്ക് ചെറുപ്പത്തിൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ബുള്ളറ്റ്. കാരണം ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ 2,45,000 ബുള്ളറ്റിന് കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു ബുള്ളറ്റ് വാങ്ങിക്കുന്നുണ്ട് മാതാവ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു പഴയ വണ്ടിയുണ്ട്. അപ്പോൾ അത് പെട്ടെന്നൊക്കെ ഇത് വിറ്റ് കഴിഞ്ഞാൽ എനിക്കത് കാശൊന്നും കിട്ടില്ല. അപ്പോൾ ഞാനത് പെൻഡിങ് വെച്ച് വിൽക്കാൻ പിന്നീട് വിൽക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഒരു ബുള്ളറ്റ് വാങ്ങിക്കാനായിട്ട് ഞാൻ ഷോറൂമിൽ പോയപ്പോൾ എന്നോട് ചോദിച്ചു, സാറേ ബുള്ളറ്റ് വേണോ? എനിക്കൊരു ബുള്ളറ്റ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്കൊരു പ്രായം എൻ്റെ കൂടെ. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ 2-3 ഈ ഫൈനാൻസിനെ സമീപിച്ച് എനിക്ക് അപ്പോൾ തന്നെ ഒരു ലോൺ പാസ്സാക്കി തന്നെ. എനിക്ക് സ്കോറിലതുകൊണ്ട് പെട്ടെന്ന് ലോൺ കിട്ടി കഴിഞ്ഞപ്പോൾ ഈ 1 മാസം വേണം ഈ വണ്ടി കിട്ടാനായിട്ട് ബുള്ളറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് അവിടെ 4 ദിവസം ബുള്ളറ്റ് കിട്ടി. അപ്പോൾ അപ്പോൾ ആൾക്കാർ കുറേ ഇപ്പോൾ ബുള്ളറ്റുമ്പിലും കാറിലൊക്കെ നടത്തല്ലേ എന്ന് എല്ലാവരും ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ കൃപ കൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ പിന്നെ കൃപാസനത്തിൽ പോകുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനായി ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ചില ആൾക്കാരൊക്കെ എന്നെയും കണ്ടിപ്പോൾ ഇതിപ്പോൾ തന്നെ എൻ്റെ അളിയൻ്റെ ഭാര്യ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഉടമ്പടി എടുത്തു. അപ്പോൾ പുള്ളി വിചാരിച്ചു അളിയന് തെക്കി നടക്കുന്ന അളിയാന്ന് പറയും. അപ്പോൾ ഞാൻ നീ പോയി നോക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തിൽ നിന്ന് ഇപ്പോൾ ഉടമ്പടി എടുത്ത് പോയി തന്നെ. അപ്പോൾ അത്രയും വലിയ കാര്യങ്ങളൊക്കെയാണ് മാതാവ് എനിക്ക് നടത്തി തന്നത്. അപ്പോൾ നിങ്ങളോടും പറയണത് മാതാവിനോട് മുറുക്കി പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ മാതാവ് തരും. പക്ഷേ അതിനുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യണം കേട്ടോ. കാരുണ്യപ്രവൃത്തികൾ ചെയ്യണം, പിന്നെ മറ്റുള്ളവരെ സഹായിക്കണം, പിന്നെ അതുപോലെ പ്രാർത്ഥനകളും അതേപോലെ ഉടമ്പടി സ്വീകരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കണം. കാര്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ എല്ലാ കാര്യപ്രവൃത്തികളും ചെയ്യും. ഇപ്പോൾ എനിക്ക് ചെറിയ സംരംഭം തുടങ്ങിയതുകൊണ്ട് എനിക്ക് കാര്യപ്രവൃത്തികൾ ചെയ്യാനായിട്ട് കാശില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ചാനലുണ്ട്. ഈ ചാനലിലൂടെ ഞാൻ മാതാവിൻ്റെ രൂപ ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഞാൻ കൊടുക്കും. ഫേസ്ബുക്ക് അതുപോലെ ഇൻസ്റ്റാഗ്രാം, പിന്നെ എനിക്ക് ചാനലുണ്ട്, വെബ്സൈറ്റൊക്കെ ഉണ്ട് എനിക്ക്. അതുകൂടെ ഞാൻ കംപ്ലീറ്റ് മാതാവിൻ്റെ രൂപമൊക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്ത് നല്ല ഫോട്ടോസ് നല്ല വചനങ്ങളൊക്കെ ചെയ്ത് ഞാൻ കംപ്ലീറ്റ് ഞാൻ കൊടുക്കും. പിന്നെ ഇതിലെല്ലാം ഉപരി എന്ന് പറഞ്ഞാൽ ഞാനൊരു അർഹതപ്പെട്ട ഒരാളല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പള്ളിയിലൊന്നും ശരിയാദ്യം പോകുമായിരുന്നില്ല. ഇടയ്ക്കൊക്കെ പോകും, പള്ളിയിൽ പെരുന്നാളിന് പോകും. പിന്നെ പെരുന്നാളൊക്കെ പോയി ഞാൻ പള്ളിയിലൊന്നും അധികം കയറില്ല, പുറത്ത് കുരിശൊക്കെ ഞാൻ പോകുന്ന ആളാണ്. ഇപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പോയില്ലെങ്കിൽ എനിക്ക് അസ്വസ്ഥതയാണ്, എന്തോ ഒരു വിമിഷ്ടം പോലെ. അപ്പം ഞാൻ അതുപോലെ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് പള്ളിയിൽ പോകും, കുർബാന സ്വീകരിക്കും. 2 ആഴ്ച കൂടുമ്പോൾ കുർബാന സ്വീകരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളൊക്കെ ബൈബിൾ തന്നെ, എല്ലാവരും ബൈബിളും ഞാനും ബൈബിളെന്ന്. പക്ഷേ എനിക്ക് ബൈബിളിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റൻ്റുകാർ ബൈബിൾ ഇങ്ങനെ അരച്ച് കുടിച്ച ആൾക്കാരാണ്. അപ്പോൾ അപ്പോൾ എന്നോട് പുള്ളി ചോദിച്ചു, സാർ നീ ബൈബിൾ വായിച്ചിട്ട് ചോദിച്ചു. ബൈബിൾ വായിച്ചിട്ട് പുള്ളി ഫുള്ളായിട്ട് പഠിച്ചിട്ട് ചോദിച്ചു. ഞാൻ ഫുള്ളായിട്ട് പഠിച്ചിട്ടാണ്. ഇപ്പം ഞാൻ ബൈബിള് പുതിയ നിയമം 2 പാട്ടിനും വായിച്ച് 3-ാമത്തെ വർഷം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പഴയ നിയമത്തിൽ ഇപ്പോൾ ഏകദേശം 3/4 ഭാഗത്തോളം എത്തിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇവിടെ ഓരോ രാത്രിയിലെ നമ്മൾ പ്രാർത്ഥന ജപമാല കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വചനങ്ങൾ പറയുമല്ലോ. അതിലത്തെ എനിക്കിപ്പോൾ ഒരു കാണാതെ അതിലൊരു 100% ഒരു 70% എനിക്ക് ബൈബിൾ നോക്കാതെ പറയാൻ പറ്റും. അത്രയും ഒരു മാതാവിൻ്റെ ഒരു കൃപ ലഭിച്ചു. അതൊരു കൃപ എന്ന് പറഞ്ഞാൽ വലിയൊരു കൃപ. അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കാണാതെ ചെല്ലാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അതുപോലെ എനിക്ക് വചനങ്ങൾ പറയാനും അറിയും. ഞാനിപ്പോൾ ആൾക്കാർക്ക് ചെല്ലുമ്പോൾ വചനങ്ങൾ പറയും. പിന്നെ ഞാനിതുപോലെ കാശുരൂപം അതുപോലെ ഉപ്പ് തേൻ ഡെയിലി ഞാൻ ഉപയോഗിക്കും. ആദ്യം ഞാൻ ഉപയോഗിച്ചിരുന്നില്ല. എനിക്ക് ആദ്യമേ ഞാൻ ഈ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ എനിക്ക് മാതാവിൻ്റെ ഇത് കൃപ ലഭിച്ചാണ്. പിന്നെ എന്നാലും ഞാൻ ഈ ഉപ്പ് തൈലം തേനൊന്നും അതിന് ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ എന്നോട് ഇടയ്ക്ക് ഇങ്ങനെ മാതാവിനിങ്ങനെ എനിക്ക് ചോദിക്കും. ഞാൻ അങ്ങനെ കുറച്ച് കണ്ണടച്ചിരിക്കും പറയും, അതൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് നീ എന്ന് പറയും. അപ്പോൾ എനിക്ക് ഇതേപോലെ പറഞ്ഞ പോലെ എളിവേദന ഉണ്ട്, ഭയങ്കര എളിവേദനയാണ്. അത് ഇവിടെ എന്ന് വന്നോ അന്ന് തൊട്ട് ഈ ഇതുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ദൈവം തരില്ലല്ലോ.
സമ്പത്തും തരില്ല, കാശും തരില്ല, പിന്നെ പല രോഗങ്ങളൊന്നും മാറ്റി തരില്ല. ഒന്നെങ്കിൽ രോഗം ഉണ്ടാവും, അല്ലെങ്കിൽ കാശുണ്ടാവും, അല്ലെങ്കിൽ കാശിൽ രോഗം ഉണ്ടാവും. ഇതൊക്കെയാണ് ചെയ്യണം. അപ്പം ഞാനൊന്ന് മാധവേ എനിക്ക് എളിവേദന, എനിക്കിപ്പോഴും നിൽക്കുമ്പോൾ തന്നെ ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയാണ് നിൽക്കണമെന്ന്. എനിക്ക് 5 മിനിറ്റ് നടന്നാൽ അപ്പോൾ ഇരിക്കണം അവിടെ. ഞാനിവിടെ വന്നിട്ട് എന്നും ഞാൻ ഇപ്പോൾ രാവിലെ വരാറില്ല, കാരണം ഭയങ്കര തിരക്കാണ്. എനിക്ക് ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ദിവസം കുഴഞ്ഞ് വീണിട്ട് എനിക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതെ അവിടെ ഒരു വീൽ ചെയർ പോയിരുന്നു. ഞാൻ അത്രയും വേദനയായിരുന്നു, കാലിങ്ങനെ പൊട്ടിപ്പൊളി. അപ്പോൾ ഞാൻ വന്നിട്ട് മാധവേ ഞാനിങ്ങനെയൊക്കെ വന്നിട്ട് ഇപ്പോൾ എൻ്റെ 2 വർഷത്തോളമായി, 2 വർഷമായി ഞാൻ ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ട് എനിക്കിതൊന്നും വേദന മാറ്റി തരില്ല. പിന്നെ ഞാൻ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാത്ത ഡോക്ടർമാരൊന്നുമില്ല. ഓരോ ഡോക്ടർമാരൊക്കെ കൊണ്ട് 10,000 രൂപ 10,000 രൂപയ്ക്കാണ് ട്രീറ്റ്മെൻറ്റ് ആയുർവേദമൊക്കെ ആയിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതേ ലാസ്റ്റ് പുള്ളി പറഞ്ഞു ഒരു ഓപ്പറേഷൻ ചെയ്യണം, ഒരു 3 ലക്ഷം ചിലവെന്ന് പറഞ്ഞു. അവന് ഓപ്പറേഷൻ വേണ്ട, ഓപ്പറേഷൻ വേണ്ട, അതൊക്കെ മാതാവ് എനിക്ക് മരുന്ന്. ഇപ്പോൾ അതൊക്കെ നിർത്തി, ഞാൻ മരുന്നൊക്കെ നിർത്തി. അവരൊക്കെ എനിക്ക് 25 വർഷമായിട്ട് ഡയബറ്റിക്കുള്ള കണ്ണിനെ കാഴ്ചയെത്തി എനിക്ക് ഈ കണ്ണിലൊക്കെ ഇഞ്ചക്ഷൻ ചെയ്തു. ഞാൻ അതൊക്കെ നിർത്തി പരിപാടി. കാരണം ഞാൻ ഈ കണ്ണിൽ കൊണ്ട് കുത്തണം 25,000 ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം. അത് 4 ആക്കി കുത്തും, അത് കുത്തി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആവുകയും ചെയ്യും. ഇപ്പോൾ ഇതൊക്കെ നിർത്തി. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ അതൊക്കെ നിർത്തി. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 2-3 മാസത്തോളമായി രാവിലെ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ മുമ്പ് ഉപ്പ് കഴിക്കും. അത് കഴിഞ്ഞ് ഉപ്പിൻ്റെ ഒരു രസം പോകാനായിട്ട് തേൻ കഴിക്കും. അത് കൈൻ്റെ ഇടയിൽ തേൻ ഒഴിച്ച് കഴിക്കുക. ഈ കൈൻ്റെ ഇടയിൽ തേൻ ഒഴിക്കുമ്പോൾ നമ്മൾ എളിയിൽ അതേപോലെ കണ്ണുമ്മേ അതേപോലെ കാലിൻ്റെ പാദത്തിൽ ഉപ്പിരിവിലൊക്കെ തേക്കും. ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ അതിൽ എത്ര തേച്ചാലും കുറച്ച് ബാക്കിയുണ്ടാവും. ആ ബാക്കിയിൽ തേൻ ഒഴിക്കും, എന്നിട്ട് ആ തേൻ കുടിച്ച് നക്കി കുടിക്കും. ഇപ്പോൾ അങ്ങനെ കഴിച്ച് കാലുവേദനയ്ക്ക് നടക്കാറായി. ഇപ്പോൾ സുഖമായിട്ട് നടക്കും. വലിയ കാര്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല, എന്നാലും എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഇപ്പോൾ ഡോക്ടറെ കാണാതെയൊന്നും എനിക്കിത് മാറ്റിയിട്ട് നല്ല ഉറപ്പുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ. അമ്മ മാതാവിനും ദേവകുമാരും 1000 നന്ദി പറഞ്ഞതിന് തീരില്ല. എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. എനിക്കിപ്പോൾ 62 വയസ്സായിന്, എത്ര കാലം ഇങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ അത്രയും കാലം നടക്കാൻ പറ്റുന്നോളം കാലം വന്ന് ഉടമ്പടിയിൽ പങ്കെടുത്ത് അമ്മ മാതാവിന് വേണ്ടി. പിന്നെ എനിക്ക് ആഗ്രഹമുണ്ട് അച്ഛൻ്റെ അക്കണ്ടമാൽ പോകണമെന്നുണ്ട്. പക്ഷേ കാലിൻ്റെ ഇത് വയ്യാത്തതുകൊണ്ട് അടുത്ത പ്രാവശ്യം അങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നടന്ന് പോകാൻ കഴിയുമ്പോൾ. അതും മാതാവ് നടത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു നന്ദി, യേശു സുറോസുര ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ.